വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിലെ ജോസഫ് ടു എലിസബത്ത് നേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 1-2 ബ്ലോക്കുകളിലായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് മെറ്റാഫിസിക്കൽ പോയം, മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആരെല്ലാമാണ്, എന്താണ് അവരുടെ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ജനറലായിട്ട് ആദ്യം പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ അതിനകത്തുള്ള ഫേമസ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സിനകത്തുള്ള ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയാണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റാണ്, ഈ ഒരു കവിത എഴുതുന്നതിനുള്ള സാഹചര്യം. അപ്പോൾ ജോൺ ഡൺ ഫ്രാൻസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് യാത്ര പറയുന്ന ആ ഒരു നിമിഷത്തെ, ആ ഒരു വൈകാരിക നിമിഷത്തെ അദ്ദേഹത്തിൻ്റെ പോയത്തിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തതാണ് ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന കഥയുടെ ഇതിവൃത്തം. സോ ഇവിടെ നമ്മൾക്ക് മറ്റുള്ള കവിതയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ ഒരു പോയത്തിനുള്ളത്? ഇപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലെ മിക്ക പ്രണയ കവിതകളിലും ഇങ്ങനെയുള്ള നിമിഷങ്ങളെ വളരെ വിഷമത്തോടെ, വേദനയോടെ, അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കവിതകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു യുക്തിപരമായൊരു വാദം പ്രസൻറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കവിതയുടെ ഒരു ടോട്ടലി നമുക്ക് മനസ്സിലാകുന്നത് ഒരു കമാൻഡാണ്, അതായത് വളരെ സ്നേഹത്തോടെയുള്ള ഒരു ആജ്ഞാപനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വാലഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫെയർവെൽ, ഒരു വിട വാങ്ങുന്ന ഒരു മൊമെൻറ്റിനെ നമ്മൾ പറയുന്നുണ്ട്. ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ ഒരിക്കലും ദുഃഖിക്കരുത് എന്ന് പറയുന്നൊരു കമാൻഡും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഈ വേർപാട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദുരന്തമല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്. അതായത് ഒരു ആത്മീയമായൊരു സ്നേഹത്തിൻ്റെ ശക്തി തെളിയിക്കുന്നതിനുള്ള ഒരു അവസരം മാത്രമാണ് ഈ ഒരു വിടവാങ്ങൽ എന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലേക്ക് കവിതയെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ എടുത്തു പറയപ്പെട്ട ഒരു പോയമായിട്ട് ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് മാറിയിട്ടുള്ളത്. പോയത്തിൻ്റെ സമ്മറിയിലേക്ക് വരുന്ന സമയത്ത് 9 സ്റ്റാൻസയിൽ ഡ്രമാറ്റിക് മോണോലോഗിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഇമേജ് കാണാൻ പറ്റും. അതായത് ഒരു നല്ലൊരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന അതേ ശാന്തതയോടു കൂടിയായിരിക്കണം നമ്മൾ തമ്മിൽ ഉള്ള ഈ ഒരു വേർപാടിൻ്റെ ഈ നിമിഷം ഉണ്ടായിരിക്കേണ്ടത് എന്ന് തുടക്കത്തിൽ അദ്ദേഹം വളരെ നിശബ്ദമായ എന്നാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കമാൻഡോട് കൂടി തന്നെ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫ്ലഡ് വരുന്ന അതേ പ്രഹരത്തോട് കൂടിയിട്ടുള്ള കരച്ചിലുകളോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ അത്രയും ഭയാനകതയോടുള്ള നെടുവീർപ്പുകളോ ഒന്നും നമ്മളുടെ ഈ യാത്ര പറയലിൽ ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ അത്രയധികം വിശുദ്ധമായ ഒന്നാണ്. ആവശ്യമില്ലാത്ത കരച്ചിലുകളോ അല്ലെങ്കിൽ നെടുവീർപ്പുകളോ ഒന്നും ഇവിടെ ആവശ്യമില്ല. അത് സാധാരണക്കാർക്ക് അത് കാണുന്ന സമയത്ത് ഒരു അവമാനമാകുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മളുടെ ഈ യാത്ര പറയലുകളിൽ ആവശ്യമില്ല എന്ന് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു കമാൻഡോടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം 2 kinds ഓഫ് പാർട്ടിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 രീതിയിലുള്ള വേർപിരിയലുകളാണ് സാധാരണ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് 2 kinds ഓഫ് പാർട്ടിങ്സിനെ കുറിച്ചാണ്. അതായത് 2 രീതിയിലുള്ള വേർപിരിയലുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തേതിൽ ഒരു നോയ്സി ബ്രേക്കപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണ ലവേഴ്സിൻ്റെ ഇടയിലുള്ള വേർപിരിയലുകളിൽ അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളും അതേപോലെ തന്നെ പ്രകടിപ്പിച്ച് വളരെ നോയ്സി ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പോലെയുള്ള ഒരു ഗ്രഹങ്ങളുടെ ചലനം പോലെ, അതായത് വളരെ സൈലൻ്റ് ആയിരിക്കും എന്നാൽ വളരെ പവർഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള നമ്മളുടെ വേർപിരിയലിനെ കുറിച്ചും അതുപോലെ തന്നെ സാധാരണക്കാരായ ഒരു ലവേഴ്സിൻ്റെ നോയ്സി ബ്രേക്കപ്പിനെ കുറിച്ചും രണ്ടും തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളുടെ ഇടയിലായിരിക്കും ഒരു പക്ഷേ ഈ നോയ്സി ബ്രേക്കപ്പ് കൂടുതലായിട്ട് വരുന്നത്. അതേസമയം നമ്മൾ തമ്മിലുള്ള ഒരു വിട പറയൽ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യമില്ലാത്ത ബഹളങ്ങളോ സംസാരങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ആവശ്യമില്ല. കൂടുതലും ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ഇതൊക്കെ മിസ് ചെയ്യുന്നവർക്കായിരിക്കും ഒരു പക്ഷേ അത്രയധികം വിഷമം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾക്കിടയിൽ അങ്ങനെയുള്ള അട്രാക്ഷനേക്കാൾ കൂടുതലായിട്ടുള്ളത് ആത്മീയപരമായ അത്രയധികം മാനസികമായിട്ടുള്ള ഒരടുപ്പമാണ് നമ്മളുടെ. അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ ഇത്രയധികം നോയ്സി ആവേണ്ടതില്ല.
അവിടെ വളരെ പരിശുദ്ധമാണ്, അതിനാവശ്യമില്ലാത്ത ബഹളങ്ങളുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം അവിടെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Then finally he uses the famous compass conceit. If they are two, they are the twin compass legs. The wife is the fixed foot in the center, stable and firm, while the husband roams. നമുക്കറിയാം ഒരു കോമ്പസിൻ്റെ 2 ഫുട്ട്, അതിനകത്ത് ഒന്ന് ഫിക്സഡ് ഫുട്ടാണ്, അത് വൈഫായിട്ടും സറൗണ്ടിങ് ഫുട്ട് ഹസ്ബൻഡായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വേർപാട് എന്ന് പറയുന്നത് എത്ര ദൂരെ പോയാലും വീണ്ടും ഒരുമിച്ച് ചേരും, അതല്ലെങ്കിൽ ആ സർക്കിൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഐക്യത്തിൻ്റെ ഉറപ്പാക്കിയിട്ട് അതിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ഈ കോമ്പസ് ഇമേജ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സിൽ എടുത്തു പറയുന്ന ഒന്നാണ് ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷൻ ഫോർവേഡിങ് മോർണിംഗിൽ ഈ ഒരു കോമ്പസ് കൺസീറ്റ് എന്ന് പറയുന്നത്, കോമ്പസ് ഇമേജ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോയറ്റിക് ഡിവൈസസ് ഓർ ടെക്നിക്കൽ ഡിവൈസസ് ഓഫ് ദിസ് പോയം. അപ്പോൾ നമുക്കറിയാം മെറ്റാഫിസിക്കൽ കൺസീറ്റാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ജോൺ ഡൺ ഇവിടെ സ്നേഹത്തെ മരണത്തോട്, അതുപോലെ തന്നെ ഭൂകമ്പത്തിനോട്, ഗ്രഹങ്ങളോട്, ആത്മാവിന്, ഗോൾഡിനോടൊക്കെ, അതുപോലെ ദാമ്പത്യത്തെ കോമ്പസിനോടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാം. പക്ഷേ ഇവിടെ വളരെ റീസൺ, ഒരു യുക്തിപരമായിട്ടുള്ള വളരെ ശരിയായി നമുക്ക് തോന്നാം, ഇത് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് ഒരു കോമ്പസുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു ശരിയാണ്, എപ്പോഴും ഒരു വൈഫ് എന്ന് പറയുന്നത് ഫിക്സഡ് ഫോട്ടായിട്ടും ഹസ്ബൻഡ് എന്ന് പറയുന്നത് സറൗണ്ടിങ്, ആ രീതിയിൽ അദ്ദേഹം അതിനെ വളരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഓരോ ഉപമകളും അദ്ദേഹം ഇവിടെ ലോജിക്കലി ഇത് സസ്റ്റെയിൻഡ് ആണ്. റീഡേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ, ഫിലോസഫിക്കലായ രീതിയിലാണെങ്കിലും റീഡേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അദ്ദേഹം പാരഡോക്സ്, ഐറണിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സെൻട്രൽ പാരഡോക്സ് ഈസ് ദ ആബ്സെൻസ് സ്ട്രെങ്തൻസ് ലവ്. അതായത് ആബ്സെൻസ് എന്ന് പറയുന്നത് വിച്ച് ലീഡ്സ് ടു എക്സ്പാൻഷൻ. അതായത് എത്രമാത്രം നമ്മൾ അകലേക്ക് പോകുന്നു അത്രമാത്രം നമ്മൾ അടുത്തേക്ക് വരാനുള്ളൊരു വഴി തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് ഓരോ വരികളിലും വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ലോജിക്കലി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാംഗ്വേജ് എടുത്ത് പറയുമ്പോൾ റിലീജിയസ് ടേംസുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് ടേംസുകളുണ്ട്. അതുപോലെ അപ്പോൾ അത്തരം രീതികളൊക്കെ കവിതയെ മറ്റുള്ള കവിതകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കുന്നുണ്ട്. കവിതയുടെ ടോട്ടൽ ടോൺ എന്ന് പറയുന്നത് വളരെ ശാന്തമാണ്, പക്ഷേ നമുക്കൊരു ഒരാളോട് കമാൻഡ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഒളിപ്പിച്ച് വെക്കുന്ന ഒരാൾ, എന്നാൽ അതൊരിക്കലും നമ്മുടെ ഇമോഷൻസിനെ ഇല്ലാതാക്കുന്നൊന്നുമില്ല. വളരെ ലോജിക്കലി നമ്മൾ ബുദ്ധി കൊണ്ട് ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്, ആവശ്യമില്ലാതെ പ്രകടിപ്പിച്ചിട്ട് കളയേണ്ട ഒന്നല്ല. എന്നാൽ ഇഷ്ടത്തെ ആവശ്യമില്ലാതെ പ്രകടിപ്പിക്കാതിരിക്കുന്നതിലും അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇടയ്ക്കുള്ള ലൈൻസിൽ പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ബഹളങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, അത് ആത്മീയമാണ് എന്ന് വീണ്ടും വീണ്ടും ഉറക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതിനോടൊപ്പം അത് ആവശ്യമില്ലാതെ പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് അദ്ദേഹം അത് വ്യക്തതയോട് പറയുന്നുണ്ട്. സോ ഇനി ഒരു ക്രിട്ടിക്കലി നമ്മൾ ഈ ഒരു പോയത്തിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒന്നാണ് ഇവിടെ സ്പിരിച്വൽ ലവ് വേഴ്സസ് ഫിസിക്കൽ ലവ് എന്ന് പറയുന്നത്. അതായത് കവിതയുടെ ഒരു കോർ തീം എന്ന് പറയുന്നത് ഒരു നിയോ പ്ലാറ്റോണിക് ഐഡിയയാണ്. അതായത് ഫിസിക്കൽ, അതായത് ശരീരത്തിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രണയമാണെങ്കിൽ അതിന് അദ്ദേഹം ഡൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതേസമയം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒരു ആത്മാക്കളുടെ കൂടിച്ചേരലാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ആശയം എന്ന് പറയുന്നത് ചില സമയത്ത് പ്ലൂട്ടാർക്കിയൻ ട്രഡീഷൻ അദ്ദേഹം എതിർക്കുന്നുണ്ട്. മുന്നേയുള്ള കൺവെൻഷൻ, മുന്നേ ഉള്ള കവിതകളിൽ ഇങ്ങനെയുള്ള പ്രണയത്തെ അവതരിപ്പിച്ച രീതിയെ അദ്ദേഹം ഇവിടെ വിമർശിക്കുന്നുണ്ട്. അത് നമുക്ക് കവിതയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം ദ റോൾ ഓഫ് വിമൻ. അതായത് ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഈ ഒരു ആശയത്തെ ഒരു പക്ഷേ വിമർശിച്ചേക്കാം. അതായത് ഇവിടെ കോമ്പസ് ഇമേജിൽ വൈഫ് ഒരു ഫിക്സ്ഡ് ഫ്രൂട്ടാണെന്ന് പറയുന്ന സമയത്ത് അതിനെ എതിർക്കാം. അങ്ങനെ സ്ത്രീകളെ അങ്ങനെ കാണേണ്ടതില്ല എന്ന രീതിയിൽ ഒരു പക്ഷേ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കുകൾ എടുത്ത് പറഞ്ഞേക്കാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു പാസീവാക്കി മാറ്റിയ സ്ത്രീയെ എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവളുടെ ആ ഒരു സ്ഥിരത ഇല്ലെങ്കിൽ അവൻ്റെ യാത്ര പൂർണ്ണമാകില്ല. അതായത് അവൻ്റെ ശക്തിയാണ് അവൾ എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം ഇത് വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൻ്റെ രീതിയിൽ അവരുടെ രീതിയിലൂടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മനസ്സിലാക്കുന്നത് സ്ത്രീകളെ ഒരു പാസീവായി കാണുന്ന രീതിയിലാണ് ആ ഒരു വിമർശനം ഒരു പക്ഷേ ഈ കവിതയ്ക്ക് ഉണ്ടായേക്കാം.
ജോൺഡൺ ഒരിക്കലും ഒരു സബോർഡിനേറ്റ് ആയിട്ട് വൈഫിനെ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ വൈഫിനെ ഒരു പാസീവാക്കി മാറ്റി എന്ന് നമുക്ക് തോന്നാം. ജോൺഡൺ എപ്പോഴും അവരുടെ സ്നേഹത്തെ ദൈവികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. യാത്ര എന്ന് പറയുന്നത് ഒരു ഒന്നിൻ്റെയും അവസാനമല്ല, അത് വീണ്ടും ഒരു മടക്കത്തിലേക്കുള്ളതാണ്, വീണ്ടും തിരിച്ചു വരാനുള്ളതാണ്, വീണ്ടും അവർ ജോയിൻ ചെയ്യാനുള്ളതാണ്. അത് അത്രയധികം മനോഹരമായിരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ഡണ്ണിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പ്രണയവും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പബ്ലിക്കല്ല, അദ്ദേഹത്തിന് അത് ഒരു പ്രൈവറ്റാണ്. അപ്പോൾ ഒരിക്കലും അത് വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ടതായിട്ട് ആഗ്രഹമില്ല. തീർച്ചയായിട്ടും രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അത് പുറത്തേക്ക് കാണിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ ഡണ്ണിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ജോൺഡണിൻ്റെ വാലഡിക്ഷൻ ഫാർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് എടുത്ത് പറയും. ഒരുപാട് റൈറ്റേഴ്സ് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് എന്താണ് TS Eliot അദ്ദേഹത്തിൻ്റെ വാക്കുകളോടെ പറഞ്ഞിട്ടുള്ളത് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ചിന്തയും വികാരവും ഒന്നിക്കുന്ന കവിതയാണ് ജോൺഡണിൻ്റെ വാലഡിക്ഷൻ ഫാർബിഡിങ് മോർണിംഗ് എന്നാണ് TS Eliot മോഡേൺ റൈറ്ററാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ജോൺഡൺ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ഇല്ലാതാക്കാനല്ല പറയുന്നത്, അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു നിമിഷത്തെ അദ്ദേഹം ആ ഒരു വേർപിരിയുന്നതിൻ്റെ വേദനയെ ഒരു ആത്മവിശ്വാസമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സങ്കടത്തെ അതേപോലെ എക്സ്പ്രസ് ചെയ്ത് കരയുക എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ വിഷമത്തിലും തിരിച്ചു വരുന്നത് വരെയുള്ള ആ ഒരു സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയത്തിന് എടുത്തു പറയുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മെറ്റാഫിസിക്കൽ പോയം എന്നുള്ളത്, മെറ്റാഫിസിക്കൽ പോയത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആരെല്ലാമാണ് മെറ്റാഫിസിക്കൽ പോയംസ്. അതിനകത്ത് എല്ലാ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു ആശയം ഉൾക്കൊണ്ട് കവിത എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ ജോൺഡണിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാലഡിക്ഷൻ ഫാർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോയം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഏതൊരു പോയം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് ഒരിക്കലും അതിന് സമ്മറി മാത്രമല്ല നമ്മൾ എഴുതുന്നത്. ഓരോ കവിതയുടെയും പോയറ്റിക് ഡിവൈസസുകൾ, ടെക്നിക്സുകൾ, തീം, അതുപോലെ എന്തെല്ലാം രീതിയിലാണ് കവിതയെ ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്സേയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം മെറ്റാഫിസിക്കൽ പോയം എന്താണ്, മെറ്റാഫിസിക്കൽ പോയിൻറ്റ്സ് ആരെല്ലാമാണെന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ ആവശ്യമായ രീതിയിൽ സമ്മറി ഷോർട്ടാക്കി കൊടുക്കുക. ഏറ്റവും അവസാനം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കൽ ഡിവൈസസുകൾ, അതുപോലെയുള്ള പോയറ്റിക് ഡിവൈസസ്, ആ ഒരു ടെക്നിക്കൽ ഡിവൈസസിൻ്റെ എല്ലാം വളരെ ഷോർട്ടായി മെൻഷൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു ഫെർദർ റെഫറൻസസ് എന്ന പോലെ ഒരു ഏതെങ്കിലും റൈറ്റേഴ്സോ അല്ലെങ്കിൽ ക്രിട്ടിക്സൊക്കെ അതിനെ കവിതയെ പോസിറ്റീവായോ നെഗറ്റീവായോ വിമർശിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഒന്നോ രണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഒരു എസ്സേ എഴുതാൻ. താങ്ക് യു സോ മച്ച്.